എന്താ ഒരു അഴുക്ക് പോലും അജിയുടെ ചെളി കൂടെ കയറി പോരാണ്ടാവുമ്പോ ഇതിന്റെ ഏറ് കളഞ്ഞ് 20 ആക്കും. കാരണം ഭയങ്കര കാറിന്റെ പോലെ ചെറുതാക്കും. ഹായ് ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ വന്നേക്കുന്ന ഒരു ട്രക്ക് ഷോ കാണാനായിട്ടാണ്. അപ്പോൾ നമുക്ക് ട്രക്ക് ഷോയിലേക്ക് പോയിട്ട് വരാം. അപ്പോൾ നമുക്ക് ടിക്കറ്റ് 5 വയസ്സിൽ താഴെയുള്ള പിള്ളേർക്ക് വേണ്ട. 5 വയസ്സിന് മുകളിലോട്ടും 15 വയസ്സിന് ഇടയിലാണെങ്കിൽ 10 കൊണ്ട്. അപ്പോൾ നമുക്ക് 20 കൊണ്ടാണ് വന്നെ. ഓൺലൈൻ എടുക്കണമെങ്കിൽ 15 കൊണ്ടാണെന്ന് തോന്നുന്നു. Yeah, you're right. Yeah, good. Can I have your tickets, please, and stamp your hands? Thank you. Thank you. No, they don't need, but if they want, they can have. Yeah. You want? Thank you. Thank you very much. Hi, already ചെല്ലാം. ഇവരുടെ ഇവര് ലൈവ് അനിമൽസിനെ കൊണ്ടുപോകുന്ന വണ്ടി, ആടിനെ കൊണ്ടുപോകുന്ന വണ്ടിയാണ്ടത്. ഇവരതിൻ്റെ ബോർഡ് വെച്ചിട്ടുണ്ട്. ഓടെ സ്കാനിയുടെ എംബ്ലത്ത് ചെയ്ത് വെച്ചാൽ നോക്കി. ഓ വാവ്, നൈസാണല്ലേ, കൊള്ളാലേ ഇത്. അവരെല്ലാത്തിനുമേ അവരെ ലെറ്ററിങ്ങിലൊക്കെ കൊടുത്തിട്ടുണ്ട് ഇട്ടത്. എന്താല്ലേ ഇത് നോക്കിയടാ, എന്താ ഒരു അഴുക്ക് പോലും ഇല്ല. അജീബിനെ ഇത് നോക്കിയേ. (2004) മോഡലാണ്. പണത് വെച്ചേക്കെ, പക്ഷെ അകം പണിയുണ്ട് കേട്ടോ. അകത്ത് അവർ പൊളിച്ചിട്ടേക്കെ. ഓ, ക്ലാക്ക് കൊടുത്തേക്കണ നല്ല പക്കയായിട്ടാണ്. ഇതൊക്കെ കമ്പനിയിൽ നിന്ന് എടുത്തിട്ട് നേരെ പെയിന്റ് ചെയ്തേക്കണം കേട്ടോ അവര്. കമ്പനി പെയിന്റിങ് അല്ല, ഇതെല്ലാം പുറത്ത് ചെയ്തേക്കണം. പക്ഷെ അതിൻ്റെതായ വ്യത്യാസം ഉണ്ട് വണ്ടിക്ക്. ഇതിന് ഓൾവോ FH 540 ആണ്. ആ സീരീസിൽ വന്ന FH ഒരു സെയിം ഹൈറ്റ് അല്ലേ? ഇത്രയും ഹൈറ്റ് കൂടുതൽ FH തന്നെ അല്ലേ? സ്കാനിയനെ വെച്ച് സെയിം ആണോ? കണ്ടിട്ട് ഇത്ര ഹൈറ്റ് കൂടുതലായിട്ട് ഒരു ഗാർബേജ് വണ്ടി അടക്കം കേട്ടോ. ഇത് വെയിൽസാരുടെ വണ്ടിയാ. ഈ വോൾവോ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ. ഇത് വോൾവോ തന്നെയാണോ? ആണല്ലേ, പക്ഷെ ഇത് കണ്ടിട്ടൊരു വോൾവോന്റെ ഷേപ്പ് പെട്ടെന്ന് തോന്നിയില്ലേ. ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് ഡാഫാന്നല്ലേ വരികയുള്ളൂ. ഡാഫ് ആണോ എന്നൊരു ഡൗട്ട്. വോൾവോന്റെ ഇത് വെച്ചേക്കണാണോ എന്നൊരു ഡൗട്ട്. നോക്കിയത് ഡാഫല്ലേ? സോറി അല്ലേ. ഓനെ ഫീഡ് വണ്ടി ഇറക്കണ്ട.
I reckon they went to higher pressure. കൂടെ ഇത്തിരി പക്കയായിട്ടാ കൊടുത്തേക്കണേ പറയും. ആക്ച്വലി ഇതാന്ന് പറഞ്ഞാൽ മെയിൻ സൈലൻസറായിട്ട് കൊടുത്തേക്കണേ. ഇത് കൊടുത്തേക്കണേ എന്തിനാണ്? ജസ്റ്റ് ഷോയ്ക്ക് കൊടുത്തേക്കണമെന്ന് എനിക്ക് തോന്നുന്നത്. താഴത്തെ ബാക്കിൽ രണ്ട് സൈലൻസർ പോയിട്ടുണ്ട്. ഇതെന്ത് സാധനം അത് ഈ വന്നേക്കണത്? അത് ഇത് ക്യാബ് തുറക്കാനാണ് തോന്നുന്നത് ആ സാധനം. അതെ, തുറന്ന് മറച്ചിടാനാണ് ബോണറ്റ്. ആ ബോണറ്റിൻ്റെ ഇത്. ആ നമ്പർ പ്ലേറ്റ് കണ്ട V8. കറക്റ്റാ. ശരിക്കും അമേരിക്കൻ ട്രക്കിൻ്റെ ആ ഒരു സെറ്റപ്പ് കൊടുത്തിട്ടില്ല ഇത്. ഇതിന് ആ സ്റ്റൈലല്ലേ കൊടുത്തേക്കണേ. പ്ലേറ്റിങ്ങും അത്യാവശ്യം ആ ഗ്രില്ലും അതെല്ലാം കൊടുത്തേക്കണത് കെൻവർത്ത് തന്നെയാണ്. കെൻവർത്താന്ന് തോന്നുന്നു, അതിൻ്റെ ലോഗോ കണ്ടിട്ട് ഉറപ്പില്ല. അതെ, കെൻവർത്താണ്. ട്രക്കൊക്കെ വല്ലയിടത്തേക്കും മറിഞ്ഞാലോ അങ്ങനെ എന്തെങ്കിലും സെറ്റപ്പ് വരുമ്പോൾ പൊക്കി എടുക്കണ വണ്ടിയാണ്. അതിന് വേണ്ടി കൊടുത്തന്നെ വിഞ്ചും സപ്പോർട്ടൊക്കെ കണ്ട താഴ്ത്ത്. അത്യാവശ്യം വേറൊരു ട്രക്ക് ചിലപ്പോൾ ഓടുമ്പോഴത്താണെങ്കിൽ പോലും പൊക്കാൻ പറ്റിയ സെറ്റപ്പാണ് ഇതിന്. ഇതും അതൊക്കെ തന്നെ. ഇത് കൂടുതലും നമ്മുടെ വണ്ടി കേടാകുമ്പോൾ പൊക്കി കൊണ്ടുവരാണ്. ഒരു സ്ഥലത്ത് നിന്ന് ചിലപ്പോൾ ടോ ചെയ്ത് കൊണ്ടുവന്നാണിത്. പക്ഷെ ഇതങ്ങനെയല്ല. എവിടെന്നെങ്കിലൊക്കെ ഇത്തിരി താഴ്ചയിലേക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പൊക്കി എടുത്ത് കൊണ്ടുവരാം. അതിന് വേണ്ടി ഇഞ്ചും കാര്യങ്ങളൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. നീ എൻ്റെ വിഞ്ച് ഉണ്ടായിരുന്നു ബാക്കിൽ. അത്യാവശ്യം നല്ല സൈസാ. മോള് കൊടുക്കണ പണത്. എവിടെ? കഴിഞ്ഞ പ്രാവശ്യം ഡെമനിൽ വെച്ച് നടന്ന ഷോയ്ക്കുണ്ടല്ലോ, കാർ ലൈസൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ട്രക്ക് ഓടിക്കാൻ പറ്റും. അവിടെ ട്രക്ക് ട്രെയിൽ കൊടുക്കുന്നുണ്ട്. കാർ ലൈസൻസ് ഒരാൾക്ക് വെറുതെ ഓടിച്ചു നോക്കാം. ആ ഒരു ചെറിയ ഏരിയയുടെ ഉള്ളിട്ട് നമുക്ക് ഓടിച്ചു നോക്കാമായിരുന്നു. ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഇവിടെ മോൺസ്റ്റർ ട്രക്ക് ഉണ്ട്. പക്ഷെ ആ മോൺസ്റ്റർ ട്രക്കിന് എന്താ പറയാൻ പറഞ്ഞ സ്ട്രെയിറ്റ് റോഡിലിട്ട് ഓടിക്കാൻ മാത്രമല്ലേ ഉള്ളൂ. മറ്റേത് കാറിൻ്റെ മുകളിലേക്കൂടെ ഓടിച്ച് കാണിക്കുന്നുണ്ടായിരുന്നു നമ്മളെ കയറ്റിയിട്ട്. ചെറിയ 2-3 കാറ് ഇളങ്ങിയത് ഇട്ടിട്ട്. ഇത് എത്ര മോഡലാണോ? അതെ, മറ്റേ നമ്പർ പ്ലേറ്റാ. ഒടുക്കത്തെ പഴക്കമുണ്ട്. എനിക്ക് തോന്നുന്നു വോൾവോൻ്റെ ബുക്കിംഗ് എടുക്കണേന്ന് തോന്നുന്നുണ്ട്. പോയി 2 ബുക്ക് ചെയ്താലോ? ഏതാണ് മുന്തിയാനെന്ന് നോക്കി 2 പറയാ. എടാ സ്റ്റീറിംഗ് നോക്കിയാൽ ലെഫ്റ്റ് സൈഡിലാണ്. യൂറോപ്യൻ വണ്ടിയാണ്. അതെ, പക്ഷെ നമ്പർ പ്ലേറ്റ് യൂറോപ്പിനല്ല, UK ആണ് നമ്പർ പ്ലേറ്റ്. എടാ ഹലച്ചും വെച്ചാൽ നോക്കിയാൽ 2 സൈഡിലും പണ്ടത്തേക്കണം നോക്കിയാൽ ലൈറ്റിനൊക്കെ എന്ത് വില ഉണ്ടാവൂലേ. FH16 നമ്മളിവിടെ കണ്ടണ്ട. ക്യാബിൻ കൂടുതലാ, പക്ഷെ ഹൈറ്റിലല്ല എനിക്ക് തോന്നണേ. ഹൈറ്റ് എല്ലാം സെയിം തന്നെയാണ്. എടാ ഇത് കണ്ടാ, ഇത് പക്ഷേ നമ്മൾ റൂട്ടിലേയും കുറവാണ്ടേക്കണേ. ഇതിനകത്ത് സ്ട്രീറ്റിലൊക്കെ പാർക്ക് ചെയ്തുകൊണ്ട് നോ പാർക്കിംഗ് പ്ലേസിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പാർക്ക് ചെയ്തുകൊണ്ട് പോയ വണ്ടികൾ ഈ സാധനത്തിൽ പൊക്കി മാറ്റി അവിടുന്ന്. ചില കൗൺസിലിനുണ്ട്, നമ്മുടെ അവിടുത്തെ കൗൺസിലിനൊന്നും ഇല്ലത്. അല്ല റിമോട്ട് കൺട്രോൾ വെച്ചിട്ടാണ് ഇതിൻ്റെ പ്രവർത്തനം മൊത്തം. ഞാൻ ഇവിടെ ഉണ്ടത്.
ഇത് വോൾവ് വേണോ? ഇത് ഒരു ഐഡിയ കേട്ടത് MA കിടക്കണ നോക്കി. ഇത് ക്ലാസ് 2 ആണ്, ചെറിയ വണ്ടിയാ. ഡാഫിൻ്റെ ക്ലാസ് 1 ആണ്. MA വോൾവോൻ്റെ ക്ലാസ് 2 ആണ്. ഞാൻ ഓടിച്ചുകൊണ്ടിരുന്ന പഴയ വണ്ടിയാണ്, പോൺ റിലേസിൻ്റെ. എടാ നമ്മുടെ പഴയ വണ്ടി. ഓ ഒരു രക്ഷയില്ല. സ്കാനിയ വന്നിട്ട് ഏതോ കൊമ്പൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. നീ ആ കൊമ്പ് കണ്ടോ? പറയാൻ വല്ല ഒറിജിനലൊക്കെ ആയിരിക്കും അവന്മാരുടെ റേസിൽ. എല്ലാം വോൾവാണ് കൂടുതലോട്ട് വിടാൻ. സ്കാനിയ ഉണ്ട് കേട്ടോ. നമ്പർ പ്ലേറ്റ് നോക്കി, എക്സ്പെൻസീവാണ്. ബോസ് എന്നാണ് ഉദ്ദേശിച്ചേക്കണ കവി. സ്കാനിയ. ഓ ഇത് ഞങ്ങളവിടുത്തെ കാലത്തീറ്റ വണ്ടിയാണ് കേട്ടോ. നമ്മളെപ്പോഴും കാണുമ്പോൾ റൂട്ടിൽ ഓടിക്കൊണ്ടിരിക്കണ ഈ വണ്ടി. സ്കാനിയ. സ്കാനിയ. Like that. There lights up. All these are lit up. ഇതിലൊക്കെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലും ഇതിലും They all lit up. ഇതിലൊക്കെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അവര്. ഇതിനകത്ത് വരെ ഉണ്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിലൊക്കെ ഉണ്ട്. പള്ളിപ്പെരുന്നാളിന് അപ്പുറം ലൈറ്റ് ആണ്. ഇത് വണ്ടി മൊത്തം ലൈറ്റാ. പക്ഷെ നൈറ്റ് നല്ല രസമായിരിക്കും ഓപ്പോസിറ്റ് വന്നാൽ. എത്ര ഉറക്കം തൂങ്ങി നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും പെട്ടെന്ന് ഇതുപോലുള്ള വണ്ടി ഓപ്പോസിറ്റ് വരുമ്പോൾ നിറച്ച് ലൈറ്റായിട്ട് വരുമ്പോഴല്ല നമ്മുടെ ഉറക്കമൊക്കെ പോയിട്ട് നമ്മൾ വേറെ മൈൻഡിലേക്കാവും. നമ്മൾ ചെറുതായിട്ടൊന്നും എന്തെങ്കിലും പറിച്ചിരിക്കുകയെങ്കിലും ചെയ്യും. ട്രെയിലറാണ്, പക്ഷേ ഇവരുടെ ക്യാരവനകത്തെടുത്ത് കയറ്റി വെച്ചിട്ടുണ്ട്. അത് കൊള്ള ഐഡിയ. ക്യാരവൻ്റെ എല്ലാം പോയി കിടക്കണായിരിക്കും. അപ്പോൾ ക്യാരവൻ അവരെടുത്ത് വണ്ടി കയറ്റി വെച്ചു. അത് കൊള്ളാം. ആ ക്യാരവൻ വലിച്ചു കിടക്കണ്ട. എന്തായാലും ഇതുകൊണ്ട് പോരെയാണ്. അപ്പോൾ നമ്മൾ ട്രെയിനിൽ കൂടി കൊണ്ടുവന്നാൽ സൂപ്പറായിരിക്കും. നല്ല കലക്ക പിങ്ക് കളർ. ഓ ഇതിലേക്ക് സ്റ്റിക്കർ വർക്ക് ഉള്ളാലേ. ഇവര് പഴയ വണ്ടിട്ടാ. ഇത് വർഷങ്ങളായിട്ട് കണ്ടിട്ട് ഓടിക്കാറില്ല, പക്ഷെ
അവരത് കയറ്റിക്കൊണ്ടുവന്ന് അവർ ഓർമ്മിക്കും. ഞാൻ പോണ വഴിക്ക് കാണുന്നത് ഈ മോഡൽ കാണാറുണ്ടോ? ഇവരുടെ വണ്ടി ഇപ്പോഴും കാണുന്ന റോഡിൽ ആണോ? ഈ സ്റ്റിക്കർ വർക്ക് ചെയ്ത വണ്ടിയാണ് ഈ കാണാറ്. ഈ ഗ്രാഫിക്സ് ഇല്ലാത്ത വണ്ടിയായിരിക്കും കാണുന്നത്. വാ 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 ഒരുമിച്ച് പോകാം. എനിക്ക് ഈ ഷേപ്പ് ഇഷ്ടമാണ്. ഡാഫിനുണ്ടല്ലോ നമ്മുടെ ഷൂസിനൊക്കെ വന്നിട്ടൊരു ഷേപ്പില്ല ഇതിങ്ങനെ ഫ്രണ്ടിലോട്ട് നിൽക്കണത്. അതെല്ലാ വണ്ടിക്കും ഇല്ല. ആ ഈ വീലിനുണ്ട് അതുപോലെ. ഇത് തടി കൊണ്ടുപോകണ വണ്ടിയാണ്ടാ. കറക്റ്റാ. ഇത് 2 വീലിനും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തടി കയറിയിട്ട് ചെളി കൂടെ കയറി പോരാണ്ടാവുമ്പോൾ ഇതിൻ്റെ എയർ കളഞ്ഞ് 20ലേക്ക് ആക്കും. കാരണം ഭയങ്കര കാറിനെ പോലെ ചെറുതാക്കും. ചെറുതാക്കിയിട്ട് കയറിപ്പോരും. ആ ചെളി കൂടെ പിടിച്ച് കയറിപ്പോരും. കയറി വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ എയർ അടിച്ച് വീണ്ടും അതുപോലെ ആക്കും. അതിന് വേണ്ടിയുള്ള കണക്ഷൻസായി പോയേക്കണേ. ഇതിന് വേണ്ടിയുള്ള പമ്പ് അവർ ഇവിടെ വെച്ചിട്ടുണ്ടാവും. വേറെ ഇതായിരിക്കുള്ളൂ മിക്കവാറും. ഇങ്ങനെ പമ്പ് സെപ്പറേറ്റ് വയ്ക്കും. It's a British number plate. It's British number plate. P112OET, but it's just put on a American style plate. American style plate. So it's British registered now. Oh yeah. But that's where she was working. That's the make of it. That's Peterbilt 379, and that's the year it was made. Oh. Yeah, that's it. Oh yeah. All right. Thank you very much. But it worked most of its life. It was based in South Carolina. That's where the company who were on the door had a haulage company, and then it came over here in 2003. 2003. So it's done 6 years running in America. Did 1.2 million miles 1.2 million miles in 6 years, and then it came over as a show truck, and it's been a show truck in Britain ever since. Everything. Yeah, ever since. Yeah. So she's retired really now. Oh yeah. Yeah. But look like a new. Well, that's it. Yeah, I try and look after it. Yeah, it's kept inside, you know. Yeah. They deserve to be. Scania. You like this one? Yeah. Producing many trucks that we're starting to see on the roads now. How are manufacturers that we've currently got going to stay at the top of their game? That's a very good question. I'd love to have the answer, to be honest, but obviously there's a lot of manufacturers coming in from abroad, as you say. The price point's generally a bit lower. There's a question around some of the quality. But in the UK, as every HGV driver knows, the vehicles require safety inspections. So every 6 weeks or 8 weeks in some cases, those trucks need to visit the dealership. And, you know, the Chinese manufacturers, although they have a
so do not panic, there's going to be some more jokes later on. Absolutely lovely there. So, absolutely lovely there with that one. We'll have one more of those. Absolutely perfect there. Switchblade there from Josh. So let's see what we can do now. Try and beat Josh's switchblade. Takes a great picture this one. Let's see what we've got. Big double. It's got a little bit short there. Absolutely. മോട്ടോർവേയിൽ വെച്ചിറക്കുന്ന ഒരു ട്രക്ക് ആക്സിഡന്റിന്റെ ഡെമോ ആണ് നമുക്കിവിടെ കാണിച്ചു തന്നെ. Somebody that you know actually It's a bit creaky, that, is it? Are we all right here? no, he's big over a mum. When we went together. Yeah, and that's what I was trying to say is we've just got to be mindful of none of these lads here in the community can take pictures of any vehicle that's actually been involved in an accident or in a attack, or show any names of any companies on there, because we know how disrespectful it is for them people involved. And other people think it's all right, you know what I mean, yeah, to take pictures of somebody this happened, basically, you know what I mean, and be a glory hunter. And why? What does that make you feel any better? I don't think it does, to be honest. I agree. There's a lot for us to think about. So, it's come down, it was controlled roll, we've got it back up again now. And that looks pretty simple with the machinery that's there. That's it. It just actually shows you, we're very lucky because the arena we're in, of what we can do, you know, to be quite honest, and how we can set up. But basically, this is what they do at the side of the road. The rotator can work on the side anyway. The results are now going to be posted up where you did your entry on a Friday and also early Saturday morning. 2 മാസം മുന്നേ ഡെവലിൽ വെച്ചൊരു ട്രക്ക് ഷോ ഉണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനെ വെച്ച് നോക്കുമ്പോൾ ഈ ട്രക്ക് ഷോ വളരെ ചെറുതായിരുന്നു. അത്രയും വണ്ടികളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതൊക്കെ ട്രക്കുകളോട് അത്രയധികം ഇഷ്ടമുള്ള ആൾക്കാർക്ക് ജസ്റ്റ് ഒന്ന് വന്ന് കണ്ടു പോവാം, ആ ഒരു മൈൻഡിൽ എടുക്കാം.